എൻ്റെ പേര് മെറീന. ഞാൻ വരുന്നത് തിരുമാറാടിയിൽ നിന്നാണ്. ആദ്യം തന്നെ അമ്മ മാതാവിനെ തിരുക്കുമാരൻ ഞാൻ നന്ദി പറയുന്നു, എന്നെയും എൻ്റെ കുടുംബത്തിനെയും അമ്മയുടെ പ്രതീക്ഷയെ സാക്ഷിയാക്കിയതിന്. എൻ്റെ പേര് മെറീന. ഞാൻ വരുന്നത് തിരുമാറാടിയിൽ നിന്നാണ്. ഞാൻ 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എൻ്റെ 10th റിസൾട്ടാണ്. എനിക്ക് ഭയങ്കര പാടായിരുന്നു എൻ്റെ 10th റിസൾട്ട്. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഫിസിക്സിൻ്റെ സാറായിരുന്നു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എന്നെ എപ്പോഴും കളിയാക്കുമായിരുന്നു, നീ പാസ്സാവത്തില്ല. എന്നെ എപ്പോഴും ഒരു ഉപേക്ഷിച്ചിട്ട കുട്ടികൾ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒരു ഇതായിരുന്നു എനിക്ക്. എന്നെ എപ്പോഴും PT മീറ്റിങ്ങിന് വരുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു, നീ പാസ്സാവുമോ. എൻ്റെ പപ്പേനെ പോലും കളിയാക്കുമായിരുന്നു. എനിക്കങ്ങനെ PT മീറ്റിങ്ങിന് എൻ്റെ ക്ലാസ്സിൽ 31 കുട്ടികളുണ്ടായിരുന്നു. അതിലിപ്പോഴും PT മീറ്റിങ്ങിന് വരുമ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അത്രയും പേരുടെ മുമ്പിൽ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എൻ്റെ 10th റിസൾട്ട് എൻ്റെ പാസ്സാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനിവിടെ വന്ന് അമ്മമ്മ അടുത്ത് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഫിസിക്സിന് എനിക്ക് A+ വന്ന് അമ്മ മാതാവിനെ തിരുക്കുമാരനും എന്നെ നല്ല മാർക്കോടുകൂടി എൻ്റെ 10th എക്സാം പാസ്സാക്കി എന്നെ തൊട്ടടുത്തുള്ള സ്കൂളിൽ എനിക്ക് അമ്മ മാതാവ് തിരുക്കുമാരൻ തന്നു. അതുപോലെ തന്നെയായിരുന്നു എനിക്ക് +1 ഭയങ്കര പാടായിരുന്നു എല്ലാ സബ്ജക്റ്റും. ഞാൻ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഈ സമയം വരെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എല്ലാ കാര്യം എൻ്റെ കാര്യത്തിൽ ആ കാര്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, എൻ്റെ പരീക്ഷയുടെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നതും, ആ ഒരു ഇതിലാണ്. അതുപോലെ എൻ്റെ +1 റിസൾട്ട് ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപവും എണ്ണയും തിരിയും എല്ലാ പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഞാൻ സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അതായിരുന്നു വായിച്ചിട്ട് പോകുള്ളൂ. എന്തും നെറ്റിയിൽ കുരിശും വരച്ച് മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചായിരുന്നു ഞാൻ എൻ്റെ +1 എക്സാമിന് പോയിക്കൊണ്ടിരുന്നത്. അമ്മമാതാവ് എനിക്കൊരാഗ്രഹമില്ല, എന്നെ പരീക്ഷയ്ക്ക് പാസ്സാക്കിയാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ അമ്മമാതാവ് നല്ല മാർക്കോടുകൂടി എൻ്റെ +1 എക്സാം പാസ്സാക്കി. എൻ്റെ +2 എക്സാം സമയത്ത് ഞാൻ മാർച്ച് 3 ഇവിടെ നിന്ന് എൻ്റെ ഹോൾ ടിക്കറ്റായിട്ട് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എന്നെ ആശീർവദിച്ച് വിടുകയും എനിക്ക് കാശുരൂപം തരികയും ചെയ്തു. എന്നിട്ട് ഞാൻ ആ കാശുരൂപം വീട്ടിൽ കൊണ്ടിട്ട് എൻ്റെ എല്ലാ പരീക്ഷയ്ക്കും ഞാൻ ആ കാശുരൂപം എൻ്റെ എക്സാം കൊണ്ടുപോയിട്ട് എൻ്റെ ഉപ്പ് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഞാൻ എല്ലാ കുട്ടികളും എന്നെ നോക്കി, ഇവളെന്നത് ഈ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ. പക്ഷേ എൻ്റെ അമ്മ മാതാവാണ് എന്നെ ഇവിടം വരെ പാസ്സാക്കിയെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ എൻ്റെ ഇരിക്കുന്ന സ്ഥലത്തെല്ലാം ഉപ്പ് കുതിരുകയും തേൻ എൻ്റെ നെറ്റി പുരട്ടുകയും എൻ്റെ പേപ്പർ പുരട്ടുകയും ചെയ്തു. എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് ഏതൊക്കെ അറിയാവുന്നേ നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഇൻവിജിലേറ്റർ പരീക്ഷ എഴുതിക്കോളാൻ പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ പേനയെടുത്ത് എൻ്റെ ആൻസർ പേപ്പറിൽ എഴുതുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നായിരുന്നു. എന്നിട്ടായിരുന്നു ഞാൻ എൻ്റെ എല്ലാ എക്സാമും സ്റ്റാർട്ട് ചെയ്തത്. ഈ നിമിഷം വരെ അമ്മാതോളം മാത്രമാണ്. എന്നിട്ട് എൻ്റെ 10th എൻ്റെ +2 എക്സാം വന്ന സമയത്ത് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല നല്ല മാർക്ക്. അതായത് എനിക്ക് ഫസ്റ്റ് ഇയറിനേക്കാളും ഇരട്ടി മാർക്ക് അമ്മാതാവ് എനിക്ക് +2 വന്ന് എൻ്റെ +2 എക്സാം അമ്മാതാവ് നല്ല മാർക്കോടുകൂടി എൻ്റെ പാസ്സാക്കി. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ മാതാവി ഈ മെയ് എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്ന് എൻ്റെ +2 എക്സാം പാസ്സാക്കി റിസൾട്ട് വന്ന് പറയാൻ പറ്റണേന്ന്. അതുപോലെ തന്നെ എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്തൊന്ന് പറയാനും പറ്റി. ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോവുമായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരെ സൂക്ഷിക്കുമായിരുന്നു. എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് പൈസ കൊടുക്കുമായിരുന്നു, എല്ലാ കാര്യവും ചെയ്യുമായിരുന്നു. ഞാൻ ആത്മീയമായിട്ട് ഞാൻ കുർബാന കാണുമായിരുന്നു, കുമ്പസാരിക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത് പ്രവർത്തനം ഞാൻ ഇവിടുന്ന് വരുന്ന പത്രം ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവ് ഈശോയും തന്ന അനുഗ്രഹം മറ്റുള്ളവർക്ക് പറഞ്ഞായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തിനെയും മാതാവിൻ്റെ പ്രതീക്ഷത്തിന് സാക്ഷിയാക്കിയതിനെ ഞാൻ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിൻ്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. സങ്കീർത്തനം 20:5 നാം ദൈവത്തെ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും എന്നൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. ഈ കൊച്ചു ഉടമ്പടി മക്കൾ 16-ാം വയസ്സിൽ അച്ഛനൊരു പുതിയ ആത്മീയതയുടെ വാതിലാണ് തുറന്നു കൊടുത്തത്. ഉടമ്പടി എടുക്കാൻ ഇവർക്കും പറ്റുമെന്ന വലിയ ആത്മീയതയുടെ വാതിലാണ് അത്. അങ്ങനെ ഈ കുട്ടികളുടെ പരീക്ഷയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചുകൊണ്ടാണ് +2 എക്സാംകാർക്ക് ഈ വർഷം പരീക്ഷ എഴുതാൻ സാധിച്ചത്. അങ്ങനെയാണ് ഈ മകളും മെറീന തങ്കച്ചനും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. നമ്മുടെ വിജയവും ദൈവത്തിൻ്റെ കൃപയിലാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഉറക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ ഉടമ്പടിയിലെ കൊച്ചുമക്കൾ.
അങ്ങനെ മെറീന ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ മകള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും വളരെ വീക്കായിരുന്നു, പഠനത്തിൽ വളരെ പുറകിലായിരുന്നു. പലപ്പോഴും പല രീതിയിലും പലരുടെ വാക്കുകൾ കേൾക്കേണ്ടി വന്നു. എങ്കിലും ദ ഡേ ഷീ ടുക്ക് ദ കവനൻറ്റ് ഉടമ്പടി എടുത്ത ആ ദിവസം മുതൽ ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമാണ് കൂടി ഉണ്ടായിരുന്നത്. ഒരു വലിയ ധൈര്യമാണ്, ഒരു നല്ലൊരു കോൺഫിഡൻസാണ് മെറീനയ്ക്ക് ലഭിച്ചത്. അങ്ങനെയാണ് മെറീന പരീക്ഷയ്ക്ക് പോയപ്പോഴും ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി കാശിന് പോവും, വെഞ്ചരിച്ച ഉപ്പും തൈലം തേച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഈ മകള് പരീക്ഷയ്ക്ക് പോയത്. പരീക്ഷയ്ക്ക് പോയപ്പോഴും ഒരു കാര്യം മാത്രമാണ് മനസ്സിൽ, ഇതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഞാൻ പരീക്ഷ എഴുതുന്നത്, എനിക്കതിനുള്ള യോഗ്യതയില്ല, കഴിവില്ല. ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ ഈ പരീക്ഷ എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഈ മകൾ പരീക്ഷ എഴുതിയത്. നമുക്ക് എത്ര മെറിറ്റ് ഇല്ലെങ്കിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തും നമുക്ക് നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ കൂട്ടത്തിലുള്ളത്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടിയിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ആ ദൈവ സാന്നിധ്യത്തിൽ കൂടിയാണ് നമുക്ക് ആ ധൈര്യം കിട്ടുന്നത്. അങ്ങനെ മെറീന എല്ലാ പരീക്ഷ എഴുതാൻ സാധിക്കുകയും നല്ല റിസൾട്ടോടു കൂടി പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുവാനാണ് അമ്മയുടെ സന്നിധിയിൽ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഏത് സാഹചര്യങ്ങളിലാവാം, പരീക്ഷണമാവാം, പരീക്ഷയാവാം, രോഗമാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, എന്നിവയിലെല്ലാം ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മളുടെ ജീവിതവും നമ്മുടെ വിജയവും ദൈവകൃപയാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാക്ഷിയായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ദിവ്യ സന്നിധിയിലായിരിക്കുമ്പോൾ കൃപാസനം അമ്മ നമ്മുടെ കൂടെയുള്ള അമ്മയാണ്, സഞ്ചാരി മാതാവാണ്, നമ്മെ സംരക്ഷിക്കുന്ന അമ്മയാണ്, നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്ന അമ്മയാണ്. ഈ കുഞ്ഞു മക്കളുടെ കാര്യവും ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത് കൃപാസനം അമ്മയാണ്. നമ്മുടെ ജീവിതത്തിലെയും എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മരീന തങ്കച്ചന് കുടുംബത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹം, പ്രത്യേകിച്ചും ഈ നല്ല റിസൾട്ട് നൽകിയതിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.